ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ വെച്ചാൽ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിലാണ്. അപ്പോൾ മൊബൈൽ ഫോണിൽ 2 അപകടകരമായ സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ ഫോൺ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ഒരു മൊബൈൽ ഫോണിലെ ക്രോം ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ സെറ്റിങ്സ് ചെയ്യേണ്ടത്. എല്ലാവരും മൊബൈലിലും ഉണ്ടാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്രോം. ഗൂഗിളിൻ്റെ ബ്രൗസ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്രോം ആപ്ലിക്കേഷൻ. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മേലെ കാണുന്ന 3 ഡോട്ടില്ലേ, ആ 3 ഡോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സെറ്റിങ്സിലുള്ള ഓപ്ഷൻ കാണാം. ആ സെറ്റിങ്സ് ഒന്ന് എടുക്കുക. ഇതിലാണ് നമ്മൾ ഈ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റിങ്സിൽ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാം. ആ പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ആണ് കാണുക. അതിൽ ഡു നോട്ട് ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ ഇല്ല, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓഫായിട്ട് കിടക്കുന്നുണ്ടാവുക, അതൊന്ന് ഓണാക്കി വയ്ക്കുക. ഓണായിട്ട് കിടക്കുന്നുണ്ട് വെച്ചാൽ ഒന്നും ചെയ്യണ്ട, അത് ഓണായി തന്നെ കിടന്നോട്ടെ. നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, ഓഫ് ചെയ്യാനോ ഒന്നും പാടില്ല. അത് ഓണാക്കി വെക്കേണ്ട ഒരു ഓപ്ഷനാണ്. ഇതെന്തിനാണെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ മറ്റുള്ളവർ ട്രാക്ക് ചെയ്യാൻ, മറ്റുള്ള ഹാക്കേഴ്സ് നമ്മുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാതിരിക്കാൻ, എന്നിട്ട് നമ്മുടെ ഡാറ്റാസ് ഒന്നും ചോർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സെക്യൂരിറ്റി, മൊബൈലിൻ്റെ ഒരു സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പോയിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സാണിത്. അപ്പോൾ ഇപ്പോൾ തന്നെ പോയി എല്ലാവരും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സെറ്റിങ്സിലേക്ക് കിടക്കാം. രണ്ടാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബാഗിലേക്ക് വരുമ്പോൾ സെറ്റിങ്സ് എന്ന പേജിൽ തന്നെ ഒരു കുറച്ച് താഴത്തേക്ക് നോക്കുമ്പോൾ സൈഡ് സെറ്റിങ്സ് ഉള്ള ഒരു ഓപ്ഷൻ കാണാം. അക്സസിബിലിറ്റിക്ക് താഴെ സൈഡ് സെറ്റിങ്സ്, അതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചുകൂടി താഴത്തേക്ക് വരുമ്പോൾ പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം. പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഓണായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അത് ഓണാക്കി വെക്കേണ്ട ഒരു കാര്യമില്ല. അത് ഓണായിട്ടാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അത് ഓഫായിട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ ഓഫായി തന്നെ കിടന്നോട്ട് ഓണാക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി ബ്രൗസ് ചെയ്തു. ആ വെബ്സൈറ്റിൽ നിന്ന് പിന്നീട് നമുക്ക് കുറേ ആഡ്സ് വരാനും കുറേ അശ്ലീല മെസ്സേജസ് വരാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പോയി അത് ഓഫ് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ ഈ സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ച ഈ 2 സെറ്റിങ്സും നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വയ്ക്കുക. ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യാനുണ്ട്, ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്യാനുണ്ട്. അപ്പോൾ രണ്ടും പെട്ടെന്ന് തന്നെ പോയി ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പ്രൈവസി നിങ്ങൾ തന്നെ ഉറപ്പാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സെക്കൻഡിൽ എടുക്കുള്ളൂ. അപ്പോൾ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതായിരിക്കും ബൈ.